ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് COAയിലെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അപ്പം മെഷീൻ ലാംഗ്വേജിൽ നിങ്ങൾ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. 4 ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതിൽ ആദ്യത്തെ ടൈപ്പ് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷന്റെ മെഷീൻ ലാംഗ്വേജ് കൺവേർഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് 4 ടൈപ്സ് വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. സോ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്താണെന്നുള്ളത് അല്ലെ. നമ്മൾ എഴുതുന്നത് RISC-V അസംബ്ലി ലാംഗ്വേജിലാണ്. അപ്പൊ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ് ആണ് അല്ലെ. സോ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. സോ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് സീറോസ് ആൻഡ് വൺസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ എന്താ പറയാ, നിമോണിക്സ് എന്ന് പറയും അല്ലെ. അപ്പൊ ആ നിമോണിക് എഴുതുന്ന ലാംഗ്വേജിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അത് നമ്മൾ മാറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെയും മാറ്റുന്നത് ഓരോ ഫോർമാറ്റിലാണ്. സോ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യു നോ RISC-V uses 32-bit instructions എന്ന് അല്ലെ. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 ഡിസൈൻ പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ ആ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സിൽ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ ഓക്കെ, അടുത്തത് നാലാമത്തെ ഒരു പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾ 3 പ്രിൻസിപ്പിൾ കണ്ടു. ഇനി നാലാമത്തെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഗുഡ് ഡിസൈൻ ഡിമാൻഡ്സ് ഗുഡ് കോംപ്രമൈസസ്. ഓക്കെ, അപ്പം ഈ ഗുഡ് ഡിസൈൻ ഡിമാൻഡ്സ് ഗുഡ് കോംപ്രമൈസസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഡിസൈൻ കിട്ടണമെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ, നമ്മൾ ചില കോംപ്രമൈസസ് വരുത്തേണ്ടി വരും. ഇപ്പൊ നമ്മളിവിടെ RISC-V അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയായിരുന്നു? 4 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലെ. അതിൽ 4 ടൈപ്സ് എന്ന് പറയുമ്പോൾ ആ ഓരോ ടൈപ്പും യൂസ് ചെയ്യുന്നത് വേറെ വേറെ ഫോർമാറ്റിലാണ്. ഇപ്പം എക്സാമ്പിൾ നിങ്ങൾ ആഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റിലായിരിക്കും ആ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതുന്നത്. അതുപോലെ തന്നെ LUI യൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ ആയിരിക്കും. അതുപോലെ ആഡ് ഐ യൂസ് ചെയ്യുമ്പോൾ വേറൊരു ഫോർമാറ്റ് ആണ് അല്ലെ. അപ്പം ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സിന്റെ ഉള്ളിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ, ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ, എസ് ഓർ ബി ടൈപ്പ് ഇൻസ്ട്രക്ഷൻ, U or J ടൈപ്പ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം ഇതില് നമ്മൾ ആദ്യത്തെ ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് എന്താണ് ഈ 4 ടൈപ്സ് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ. ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആഡ്, സബ്, അതുപോലെ തന്നെ SLL, അങ്ങനെ കുറച്ച് SLL ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പം ആർ ടൈപ്പിൽ ആഡ് ആണ് ഞാൻ കൂടുതൽ പറയുന്നത്. ആഡില് മീൻസ് എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, അതിന്റെ ഓപ്പറൻസ് ആയിട്ട് വരുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, S0 S1 S2 എന്ന് പറയുന്നത് സേവ്ഡ് രജിസ്റ്റേഴ്സ് ആണ് അല്ലെ. ഇപ്പം T0 T1 ആവാം, അത് ടെമ്പററി രജിസ്റ്റേഴ്സ് ആണ്. അപ്പം ഇതിനകത്ത് എല്ലാ ഓപ്പറൻസും രജിസ്റ്റേഴ്സ് വരുന്നത് കൊണ്ട് ഇവിടെ എന്താ രജിസ്റ്റർ ടു രജിസ്റ്റർ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ കോൾഡ് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ഓർ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അതായത് നമ്മൾ S1ന്റെ വാല്യൂയും S2ന്റെ ഉള്ളിലുള്ള വാല്യൂയും കൂടി ആഡ് ചെയ്തിട്ട് S0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഇവിടെ സേവ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഡയറക്റ്റ് വാല്യൂസ് ആഡ് ചെയ്യുന്നതിന് പകരം 2 രജിസ്റ്ററിന്റെ ഉള്ളിലെ വാല്യൂ ആഡ് ചെയ്ത് വേറൊരു രജിസ്റ്ററിലേക്ക് സേവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിനകത്തേക്ക് വരുത്താം. ഓക്കെ, അപ്പം ഇതിനകത്ത് 3 രജിസ്റ്റേഴ്സ് ആണ് ഇതിന്റെ ഓപ്പറൻസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആഡ് ഐ യൂസ് ചെയ്യുന്നത് അല്ലെ. ആഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഡ് ഇമ്മീഡിയറ്റ്. അപ്പൊ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻസ് അല്ലെ. അപ്പൊ ഈ ഒരു കോൺസ്റ്റന്റ് ഒരു വാല്യൂ ഇപ്പൊ 3 രജിസ്റ്റർ ഓപ്പറൻസിന് പകരം നമ്മൾക്ക് ചിലപ്പോൾ കോൺസ്റ്റൻസ് എല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് നമുക്ക് ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ 42 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും S4 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിന്റെ ഉള്ളിലത്തെ വാല്യൂയും കൂടി ആഡ് ചെയ്തിട്ട് S3 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്ക് സേവ് ചെയ്യുന്നു. ഇവിടെ 3 രജിസ്റ്ററിന് പകരം ഒരു കോൺസ്റ്റന്റും 2 രജിസ്റ്റേഴ്സും ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ദീസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ കോൾഡ് ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് S or B ടൈപ്പ് ഇൻസ്ട്രക്ഷൻ. S or B ടൈപ്പ് ഇൻസ്ട്രക്ഷനിൽ നിങ്ങൾ
ഞാൻ ലോഡ് വേർഡും സ്റ്റോർ വേർഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ എസ് ടൈപ്പ് ഇൻസ്ട്രക്ഷനിൽ വരുന്നത് സ്റ്റോർ ഓർ ബ്രാഞ്ച് ആണ്. എസ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത് സ്റ്റോർ ഓർ ബ്രാഞ്ചിൽ വരുന്നത് SW, നമ്മുടെ സ്റ്റോർ വേർഡ്. ഓക്കെ, സ്റ്റോർ വേർഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് എസ് ടൈപ്പിലാണ് വരുന്നത്. പിന്നെ ബ്രാഞ്ചിങ്ങിൽ വരുന്നത്, ബ്രാഞ്ചിങ്ങിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും BEQ, BNE, BG എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ബ്രാഞ്ച് ഈക്വൽസ്, ബ്രാഞ്ച് ലെസ് ദാൻ, ബ്രാഞ്ച് ഗ്രേറ്റർ, അങ്ങനെയുള്ള ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് വരുന്നതെല്ലാം S or B ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിലാണ് വരുന്നത്. ഓക്കെ, then U or J type instruction. U or J എന്ന് പറയുന്നത് upper immediate or jump instructions ആണ്. upper immediate എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഏതായിരുന്നു? LUI അല്ലേ? LUI ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ജംപ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, JLRA എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് U or J type ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇതൊക്കെ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. മുൻപ് പറഞ്ഞതുപോലെ തന്നെ R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ടൈപ്പ് ആണ്. അതിൽ രണ്ട് സോഴ്സ് ഓപ്പറൻസും ഒരു ഡെസ്റ്റിനേഷൻ ഓപ്പറൻഡും ആണുള്ളത് അല്ലെ. ആഡ് S0, S1, S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1, S2 എന്ന് പറയുന്നത് രണ്ട് സോഴ്സ് ഓപ്പറൻസും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ 3 ഓപ്പറൻസ്, 2 സോഴ്സ് ആൻഡ് 1 ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഇനി 32 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കുക. ടോട്ടൽ അതിൽ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുമ്പോൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ 32 ബിറ്റ്സ് ഉണ്ടായിരിക്കും, 32 ബിറ്റുകളായിരിക്കും ഉണ്ടാവുക. ഈ 32 ബിറ്റ്സ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പ് കോഡ് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് സോഴ്സ് രജിസ്റ്ററിനെയാണ് നമ്മൾ RS1, RS2 എന്ന് പറയുന്നത്. ദെൻ ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ, പിന്നെ ഒരു ഫംഗ്ഷൻ 3, പിന്നെ ഒരു ഫംഗ്ഷൻ 7. പക്ഷെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം: ഒരു 7 ബിറ്റ് ഉള്ള ഒരു ഔട്ട്പുട്ട് ഫീൽഡും, ഒരു 5 ബിറ്റ് ഉള്ള ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും, ദെൻ ഒരു 3 ബിറ്റ് ഉള്ള ഒരു ഫംഗ്ഷൻ 3യും, ദെൻ 5 ബിറ്റ് ഉള്ള ഒരു സോഴ്സ് രജിസ്റ്റർ, 5 ബിറ്റ് ഉള്ള വേറൊരു സോഴ്സ് രജിസ്റ്റർ, 7 ബിറ്റ് ഉള്ള ഒരു ഫംഗ്ഷൻ 7. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്, R ടൈപ്പ് ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. 32 ബിറ്റിലെ ആദ്യത്തെ 6 ബിറ്റ് 0 to 6 ബിറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പ് കോഡ് ആണ്. ഓപ്പ് കോഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് നിങ്ങളിപ്പം കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പ് കോഡ്. ഓക്കെ, ഓപ്പ് കോഡ് വിൽ ബി സ്പെസിഫിക് ഫോർ എവറി ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്പിനും ഓപ്പ് കോഡ് സ്പെസിഫിക് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഓപ്പ് കോഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അത് 7 ബിറ്റ്സ് ആണ്. നമ്പർ ഓഫ് ബിറ്റ്സും ഒരിക്കലും തെറ്റരുത്, കാരണം നമ്പർ ഓഫ് ബിറ്റ്സ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് ഫൈനൽ കൺവേർഷനിൽ നിങ്ങൾ ബൈനറിയിലേക്ക് മാറ്റി അതിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ വാല്യൂ മാറിപ്പോകും. ഓക്കെ, സോ 0 to 6 എന്ന് പറയുന്നത് ഓപ്പ് കോഡ് ആണ്. 7 ബിറ്റ്സ് ആണ് ടോട്ടൽ. ദെൻ RD ആണ്. RD എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ്. ഇതിൽ ഓർക്കുക RS1ഉം RS2 ആൻഡ് RD, രണ്ട് സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും 5 ബിറ്റ് തന്നെയാണ്. ഓർഡർ എന്ന് പറയുന്നത് ഓപ്പ് കോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് പുറകിൽ RD, അതിനുശേഷം ഫംഗ്ഷൻ 3. ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത് 3 ബിറ്റ് ആണ്. ഏത് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പറേഷൻ ഇപ്പൊ നമ്മൾ ആഡ് ആണോ സബ് ആണോ എന്നുള്ളതൊക്കെ അറിയണമല്ലോ. അപ്പോൾ R ടൈപ്പിൽ തന്നെ നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ ആഡ് ആണോ അഡീഷൻ ആണോ നിങ്ങൾ ചെയ്യുന്നത്, സബ്ട്രാക്ഷൻ ആണോ ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ തന്നെ ഷിഫ്റ്റ് ആണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത്. അപ്പം ഫംഗ്ഷൻ 7ഉം അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ എന്താണെന്നുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതും 7 ബിറ്റ്സ് ആണ്. ഈ ഫംഗ്ഷൻ 3 എന്ന് പറയുന്നതിന്റെ കൂടെ 3 തന്നെ ഉണ്ട്, അത് 3 ബിറ്റ്സ് ആണെന്ന് നോക്കുക. ഫംഗ്ഷൻ 7 എന്നുള്ളത് 7 ആണെന്നുള്ളത് 7 ബിറ്റ്സ് ആണ്. അപ്പം ഇതിൽ ടോട്ടൽ പറയുന്നത് ഓപ്പ് കോഡ് 7, ഫംഗ്ഷൻ 7, ഫംഗ്ഷൻ 3, ബാക്കിയുള്ള RS1, RS2 ആൻഡ് RD 5 ബിറ്റ്സ്. അപ്പൊ ഇതിൽ ആ ഓർഡർ ഓർത്ത് വെക്കുക: ഓപ്പ് കോഡ്, RD, ഫംഗ്ഷൻ 3, RS1, RS2 ആൻഡ് ഫംഗ്ഷൻ 7. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഈ ഓപ്പ് കോഡും ഫംഗ്ഷൻ 3യും ഫംഗ്ഷൻ 7ഉം ആണ് ഏത് ഓപ്പറേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ 3 ബിറ്റ്സിനെയും കൂടി നമുക്ക് കൺട്രോൾ ബിറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് വാട്ട് ഓപ്പറേഷൻ ടു പെർഫോം, ദേ കൺട്രോൾ വാട്ട് ഓപ്പറേഷൻ ടു പെർഫോം. ഓക്കെ, ഇനി ഈ അസംബ്ലി കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് രജിസ്റ്റേഴ്സ് എന്താന്നുള്ളത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു വാല്യൂസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ നമ്പർ തെറ്റാതെ ഓർത്ത് വെക്കണം എന്ന്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു വാല്യൂനെയാണ് നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുന്നത്. എങ്ങനെയാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഈ R ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിനകത്ത് ആഡ്, സബ്, അതുപോലെ തന്നെ ഈ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഉള്ള SLL, SRL ആൻഡ് SR
SRA ഇതെല്ലാം ഈ ആർ ടൈപ്പിൽ വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ 3 എന്താ പറയുക രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 2 സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള ആൻഡ് ഓർ എക്സോർ ഇതും ആർ ടൈപ്പിൽ വരുന്നതാണ്. ഓക്കെ, ഈ രജിസ്റ്റർ വാല്യൂസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നത് ഈ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ കൺവേർഷനും തെറ്റും. സോ ഇത് ഓർത്തു വെക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾക്കിനി ഇൻസ്ട്രക്ഷൻസ് ഈ പറഞ്ഞതുപോലെ പല ടൈപ്സിൽ വരാം. ആഡ്, സബ്, അതുപോലെ തന്നെ SLL, SRA, അതുപോലെ ലോജിക്കൽ ആൻഡ് ഓർ ഇതൊക്കെ നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ 2 എക്സാമ്പിൾസ് വെച്ചിട്ട് പറയുന്നത് ഒന്ന് ആഡും ഒന്ന് സബും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആഡിൽ നമുക്ക് വന്നിട്ടുള്ളത് S2, S3, S4 ആണ് 3 ഓപ്പറൻസ്. ആഡ് S2, S3, S4. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അതിനെ ചെയ്യുന്നത് ആ S2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് രജിസ്റ്റേഴ്സ് എന്തൊക്കെയാന്നുള്ളത് എടുത്തെഴുതണം. ഓക്കെ, S2 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ് X18, S3 എന്ന് പറയുന്നത് X19, S4 എന്ന് പറയുന്നത് X20. ഇതെല്ലാം നിങ്ങൾ ഈ റൈപ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾ പ്രോജക്ട് ചെയ്തിട്ടുണ്ടാവും റൈപ്സിലോ GM5ലോ ഒക്കെ ആയിട്ട്. സോ റൈപ്സിന്റെ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രജിസ്റ്റർ സെറ്റ് അല്ലെ. അപ്പം അതിൽ ഓരോ രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സേവ്ഡ് രജിസ്റ്ററും ടെമ്പററി രജിസ്റ്ററിനും ഒക്കെ കറസ്പോണ്ടിങ് എക്സ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ കറക്റ്റ് നമ്പർ അതിന്റെ തൊട്ട് താഴെ എടുത്ത് എഴുതുക. ഓക്കെ, ആഡിന്റെ S2 എന്ന് പറയുന്നത് X18 ആണ്, S3 എന്ന് പറയുന്നത് X19 ആണ്, S4 എന്ന് പറയുന്നത് X20 ആണ്. ഇത്രയുമാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ടല്ലോ, ഈ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് വരച്ചു വെക്കുക. ഓക്കെ, ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ എഴുതേണ്ടത് അതിൽ എത്ര ബിറ്റ് ആണെന്നുള്ളത്. ഓപ്കോഡ് 7 bit, RD is 5 bit, then function 3 is 3 bit, then RS1 is 5 bit, RS2 is 5 bit, then function 7 is 7 bit. ഓക്കെ, അപ്പം ഇങ്ങനെ ആദ്യം എത്ര ബിറ്റ് ആണെന്നുള്ളത് എഴുതി വെക്കണം. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ സോഴ്സ് രജിസ്റ്റേഴ്സും ഡെസ്റ്റിനേഷൻ രജിസ്റ്റേഴ്സും ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പം ആഡിനകത്ത് അറിയാം നിങ്ങൾക്ക് 2 സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും. അപ്പൊ ഈ S2 ആണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ RD. ഓക്കെ, ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ RD. ഇപ്പോ ഈ S3 എന്ന് പറയുന്നത് എന്താണ്? അപ്പോ RS1. ഓക്കെ, RS1. then S4 എന്ന് പറയുന്നത് എന്താണ്? RS2. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ചെയ്യൽ എന്താണ്? RD ഏതാണ്, RS1 ഏതാണ്, RS2 എന്നാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ RS1 എന്ന് പറയുന്നത് S3 അല്ലേ, S3യുടെ കറസ്പോണ്ടിങ് രജിസ്റ്റർ ആണ് X19. ആ 19 ആണ് നിങ്ങൾ ഇതവിടെ RS1ന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നത്, X19ന്റെ 19. ഓക്കെ, then RS2 എന്ന് പറയുന്നത് 20 ആണ്. ആ 20 ആണ് ഈ RS2ന്റെ താഴെ 20 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് S2 ആണ്. S2ന്റെ രജിസ്റ്റർ ആണ് X18. ആ X18ന്റെ 18 ആണ് നിങ്ങൾ ഇവിടെ RDയുടെ താഴെ എഴുതി വെച്ചിരിക്കുന്നത് 18. ഓക്കെ, അതുപോലെ താഴെ സബിന്റെ നിങ്ങൾ നോക്കിക്കോ, T0, T1, T2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് രജിസ്റ്റേഴ്സ് ആണ് X5, X6 ആൻഡ് X7. ഓക്കെ, ഇതിൽ ഇത് രണ്ടും RS1ഉം RS2ഉം ഇത് RDയും ആണ്. ഓക്കെ, RDയും ആണ്. സോ ഇവിടെ നോക്കുക, RDയുടെ അവിടെ നിങ്ങൾ ഇവിടെ 5 എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, RD is 5. അതുപോലെ തന്നെ RS1 എന്ന് പറയുന്നത് നിങ്ങൾ 6 എന്ന് എഴുതിയിട്ടുണ്ടാവും ഇവിടെ കണ്ടോ, RS1 is 6. then 7 എന്ന് പറയുന്നത് RS2 ആണ്. അപ്പൊ ആ 7 ആയിരിക്കും നിങ്ങൾ ഇവിടെ RS2ൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം എത്ര ബിറ്റ്സ് ആണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നിങ്ങൾക്ക് ഇപ്പൊ RS1, RS2 ആൻഡ് RD കിട്ടി. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഓപ്കോഡും ഫംഗ്ഷൻ 3, ഫംഗ്ഷൻ 7 ആണ്. ഓപ്കോഡ് എന്ന് പറയുന്നത് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും 51 ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ആൻഡ്, ഓർ, എക്സോർ, SLL, SR, ആഡ്, സബ് പറയുന്ന പോലുള്ള രജിസ്റ്റർ ഓപ്പറേഷൻസ് വരുന്നതെല്ലാം അതിൽ ഓപ്കോഡ് is 51. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. then ഫംഗ്ഷൻ 3. ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത് ഓരോ ഇൻസ്ട്രക്ഷനും നമുക്ക് ഡിഫറൻസ് ഉണ്ട്. ഞാനപ്പോ അടുത്തൊരു അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് അതിന്റെ ടേബിൾ കാണിച്ചു തരാം. ആ ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്റെ ഒക്കെ. ഓക്കെ, ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത് 0 for ആഡും സബും. ആഡ് ആണെങ്കിലും സബ് ആണെങ്കിലും ഫംഗ്ഷൻ 3 0 ആണ്. പിന്നെ ഈ ആഡിനെ സബിനെ എങ്ങനെയാണ് അപ്പം നിങ്ങൾ മാറ്റം തിരിച്ചറിയുന്നത്? സബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 32 ആണ്, ആഡിന്റെ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഫംഗ്ഷൻ 7 ഓഫ് ആഡ് 0 ആൻഡ് ഫംഗ്ഷൻ 7 ഓഫ് സബ് 32. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഡിഫറൻസ് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാം ആഡ് ആണെങ്കിലും സബ് ആണെങ്കിലും ബാക്കി എല്ലാ ഫീൽഡ് വാല്യൂസും നിങ്ങൾക്ക് എഴുതുന്നത് ഒരേ ഫോർമാറ്റ് ആണ്. അതിൽ ഫംഗ്ഷൻ 7ന് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഫംഗ്ഷൻ 7
എന്ന് പറയുന്നത് 32 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കറസ്പോണ്ടിങ് ഈ ഒരു ഡെസിമലിനെയും നിങ്ങൾ ടു ബൈനറി കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ എങ്ങനെ ബൈനറി കൺവേർട്ട് ചെയ്യുക, എങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഫോമാറ്റിൽ ചെയ്യുക. ഒന്നും അറിയാത്തവർക്ക് ഇങ്ങനെ ഒരു 51നെ നിങ്ങൾ ഇതാ ഇങ്ങനെ വെച്ചിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലെ. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ നിങ്ങൾ ഇവിടെ ഏതോ 1 or 0 എന്നിട്ടിട്ട് ഇവിടെ ഇപ്പൊ 25 അല്ലേ, 25 50 ആണ് വരിക. അപ്പോൾ നമുക്ക് ബാലൻസ് 1 വരും. അപ്പൊ ഇതിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എങ്ങനെയാണ് ബൈനറി കൺവേർഷൻസ് ഉള്ളത് നിങ്ങളൊന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ 51നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. 51നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയാണ് നിങ്ങൾ ഇത് ഓർക്കേണ്ടത്, ഇത് 7 ബിറ്റ് ആണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് 3 വാല്യൂ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ അതിനെ 7 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 4 ബിറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ 7 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 7 ബിറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? എക്സ്ട്രാ വരുന്ന ഭാഗത്തൊക്കെ 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് 110011 ഈ ഒരു 110011 കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അത് 7 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 7 ബിറ്റ് ആയി. ഓക്കെ, അപ്പൊ 51ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ആണ് ഈ 0110011 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 18ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ആണ് ഈ ഒരു 10010 എന്ന് പറയുന്നത്. ഫംഗ്ഷൻ 3 0 ആണ് അല്ലെ. 0ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ആണ് ഈ ഒരു 000 3 ബിറ്റ് ആക്കി മാറ്റിയത്. ഓക്കെ, 0നെ 3 ബിറ്റ് ആക്കി മാറ്റി 000. അടുത്തത് 19ന്റെ ബൈനറി വാല്യൂ ആണ് ഈ കാണുന്നത്, അത് 5 ബിറ്റിലേക്കാണ് എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് 20യുടെ ബൈനറി വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ദെൻ ഫംഗ്ഷൻ 7 0 for add. ഇപ്പൊ ഫംഗ്ഷൻ 7നെ നമ്മൾ 0നെ വെറുതെ 0 എഴുതല്ല, 7 ബിറ്റ് ആക്കി മാറ്റിയിട്ടാണ് 0 എഴുതിയിരിക്കുന്നത്. ഓക്കെ, 7 ബിറ്റ് 0 ആണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സബിന്റെയും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഇൻസ്ട്രക്ഷൻ കിട്ടുകയാണെങ്കിൽ ആ ടൈപ്പിൽ നിങ്ങൾ ഈ ഒരു ഫോമാറ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ ഫംഗ്ഷൻ 7ൽ മാത്രമാണ് ഇവിടെ മാറ്റം വരുന്നത്. ഫംഗ്ഷൻ 7 32 ബിറ്റ് ആണ്. ആ 32നെ ആണ് ഇവിടെ ഈ ഒരു ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്താ മെഷീൻ കോഡിലേക്ക് നിങ്ങൾ മാറ്റി എഴുതി, അതായത് ബൈനറി വാല്യൂസ് മാറ്റി എഴുതി. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഇതിനെ നമുക്ക് മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്സാഡെസിമലിലേക്കാണ് മാറ്റേണ്ടത്. എങ്ങനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റും? ഈ LSB തൊട്ടിട്ട് 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ 0011 സബിന്റെ എടുക്കുകയാണെങ്കിൽ 0011 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0011 3 കണ്ടോ, ആ 3 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്തത് അടുത്ത 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത 4 ഏതാ വരുന്നത്? 1011 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി ആണ്, അതായത് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 9 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ABCDE ആണ് അല്ലെ. 9 കഴിഞ്ഞാൽ 10 11 ആണ് വരുന്നത്. 11ന്റെ വാല്യൂ കറസ്പോണ്ടിങ് ഹെക്സ് വാല്യൂ എന്ന് പറയുന്നത് ബി ആണ്. സോ ആ ബിനെയാണ് ഇവിടെ മാറ്റി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം അടുത്തത് 0010 എന്ന് പറയുന്നത് 2 ആണ്. ആ 4 ബിറ്റ് ആ 2 ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ എല്ലാത്തിനെയും 4 ആക്കിയിട്ട് മാറ്റണം കേട്ടോ. 4 ബിറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അവിടെ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, അതുപോലെ 0011 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ഓക്കെ, അപ്പൊ എല്ലാത്തിനെയും ഒരു അറ്റം മുതൽ ബാക്കിലേക്ക് 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ മുമ്പിൽ ഒരു 0x ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹെക്സാഡെസിമൽ ആയി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ഇത് ചെയ്ത് നോക്കുക, ജസ്റ്റ് കേട്ട് പഠിക്കണം, എഴുതി നോക്കുക. എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എക്സാമിന് എഴുതാൻ കിട്ടുള്ളൂ കേട്ടോ. അവരുടെ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഓക്കെ, ഇതിപ്പോ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് നോക്കുക എല്ലാം. ഓപ്കോഡും RD, ഫംഗ്ഷൻ 3, RS1, RS2 ഇതെല്ലാം എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് എന്നുള്ളത് മാറ്റി എഴുതുക. അതിനുശേഷം അതിന്റെ കറസ്പോണ്ടിങ് രജിസ്റ്റേഴ്സ് എടുത്ത് RS1, RS2 ആൻഡ് RD നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഓപ്കോഡ് എത്രയാന്നുള്ളത് എഴുതുക, ഫംഗ്ഷൻ 3 എന്താന്നുള്ളത് എഴുതുക, ഫംഗ്ഷൻ 7 എന്താന്നുള്ളത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് ഫംഗ്ഷൻ 3 ഫംഗ്ഷൻ 7 ഓപ്കോഡിന്റെയും വാല്യൂസ് നിങ്ങൾ പഠിക്കണം. പഠിച്ച് അത് ക്ലിയർ ആയിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾ അതിനെ മെഷീൻ കോഡിലേക്ക് മെഷീൻ കോഡ് എന്ന് പറയുമ്പോൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം അതിനെ 4 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്ത് ഹെക്സാഡെസിമൽ വാല്യൂയിലേക്ക് മാറ്റി എഴുതുക. ആ ഒരു വാല്യൂ ആണ് നിങ്ങളുടെ ഫൈനൽ കോഡ്. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് ആ കോഡുകൾ വന്നേന്നുള്ളത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ, മനസ്സിലാവാത്തവർക്ക്.
51ന്റെ ബൈനറി വാല്യൂ ആണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. RD എന്ന് പറയുന്നത് 18 ആണ്. 18ന്റെ ബൈനറി വാല്യൂ ആണ് ഈ എഴുതിയിട്ടുള്ളത്. ഫംഗ്ഷൻ 3 എന്ന് പറയുമ്പോൾ 0 ആണ്. RS1ന്റെ ബൈനറി വാല്യൂ ആണ് RS1ന്റെ ബൈനറി വാല്യൂ, RS1 എന്ന് പറയുന്നത് 19ന്റെ ബൈനറി വാല്യൂ, RS2ന്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത്, അതായത് 20യുടെ ബൈനറി വാല്യൂ, ഫംഗ്ഷൻ 7 is 0. ഓക്കെ, ഫൈനൽ ബൈനറി ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അതിനെ ഈ 4 ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത് സെയിം സബിനും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ അത് ഒരൊറ്റ സ്ലൈഡിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളിത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് നോക്കുക കേട്ടോ. മനസ്സിലാവാത്തവർ ഓരോന്നും നോക്കി എഴുതി വെക്കുക. ഓക്കെ, ഇനി ഷിഫ്റ്റ് ഇപ്പൊ നമ്മൾ ആഡ് ആൻഡ് സബ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ SL ഷിഫ്റ്റ് ഓപ്പറേഷൻസിനും അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസിനും. ഓക്കെ, അപ്പോ മെത്തേഡ് ഇസ് ഓൾവേസ് സെയിം. പക്ഷെ ഇവിടെ നമുക്ക് ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫംഗ്ഷൻ 3യില് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഓപ്കോഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 51 തന്നെയാണ്. ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിന്റെ ഓപ്കോഡ് 51 ആണ്. ഞാൻ പറഞ്ഞു ഓപ്കോഡും ഫംഗ്ഷൻ 3യും ഫംഗ്ഷൻ 7ഉം ആണ് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓപ്കോഡ് 51 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആർ ടൈപ്പ് ആണെന്നുള്ളത്. ആർ ടൈപ്പിൽ തന്നെ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ആഡ് സബും കണ്ടു. ആഡും സബിലും വ്യത്യാസം വരുന്നത് ഫംഗ്ഷൻ 7ലാണ്. ഫംഗ്ഷൻ 7ല് ഒന്ന് ആഡിന് 0യും സബിനാണ് 32 ആണ്. ഇനി നമുക്ക് വരുന്നത് ഷിഫ്റ്റ് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ആണ്. ഷിഫ്റ്റ് ഓപ്പറേഷൻസിൽ SLLന്റെ ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. എല്ലാ ഷിഫ്റ്റ് ഓപ്പറേഷൻസിന്റെയും ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത് 1ഉം ഫംഗ്ഷൻ 7 എന്ന് പറയുന്നത് 0യും ആണ്. പക്ഷെ ലോജിക്കൽ ഓപ്പറേഷൻസിനാണെങ്കിൽ ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത് 4ഉം ഫംഗ്ഷൻ 7 എന്ന് പറയുന്നത് 0യാണ്. ഇവിടെ ഫംഗ്ഷൻ 7 കൊണ്ട് നമുക്ക് ഏതാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫംഗ്ഷൻ 3 ആണ് ഇതിൽ ഏത് ടൈപ്പ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാ SLL ഇൻസ്ട്രക്ഷൻസിന്റെയും ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത് 1 ആണ്. എല്ലാ XOR ഇൻസ്ട്രക്ഷൻസിനും അതുപോലെ തന്നെ ഫംഗ്ഷൻ 3 എന്ന് പറയുന്നത് 4 ആണ്. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കൺവേർഷൻസ് എല്ലാം സെയിം ആണ് കേട്ടോ. എന്താ ബൈനറിയിലേക്ക് മാറ്റുക, 4 ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം അതിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക. അവിടെ വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക, എത്ര നമ്പർ ഓഫ് ബിറ്റുകളാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. 7 ബിറ്റിന് പകരം 8 ബിറ്റ് ആക്കി കഴിഞ്ഞ് നിങ്ങളുടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അത് മാറിപ്പോകും. അതുകൊണ്ടാണ് അത് നമ്പർ ഓഫ് ബിറ്റ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം പറയുന്നത്. ഏറ്റവും ടോട്ടൽ എന്ന് പറയുന്നത് 32 ബിറ്റുകളായിരിക്കും. ഈ 7 ബിറ്റ്, 5 ബിറ്റ്, 3 ബിറ്റ്, 5 ബിറ്റ്, 5 ബിറ്റ്, 7 ബിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 32 ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ ആണ് നമുക്ക് ഫംഗ്ഷൻ 3 ഫംഗ്ഷൻ 7 ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോ അതായത് ഫംഗ്ഷൻ 7ല് ഒന്നുമില്ല, ആ ടൈപ്പില് ഒന്നുമില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 32 ആയിരിക്കും. ആ 32 വരുന്നത് എവിടേക്കാണെന്നുള്ളത് പഠിക്കുക. ഫംഗ്ഷൻ 7 ഓഫ് സബും ഫംഗ്ഷൻ 7 ഓഫ് SRAയും 32 ആയിരിക്കും കേട്ടോ. ഫംഗ്ഷൻ 7 ഓഫ് സബും SRAയും 32, ബാക്കി എല്ലാം 0 ആയിരിക്കും. പിന്നെ ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി. ഫംഗ്ഷൻ 3യുടെ 1 2 3 4 5 6 7 വരുന്നത് എവിടെയാണെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ഫംഗ്ഷൻ 7 and 3 പഠിച്ചു വെക്കുക. ഓപ്കോഡ് എപ്പോഴും 51 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം ആ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പം എക്സാമിന് വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോവാതെ ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന മാർക്കാണ് കേട്ടോ. തെറ്റാതെ ചെയ്യുക, ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.